ഇന്ന് പായസം വെക്കുന്ന എന്തിനാണോ? ഇന്ന് സ്കൂള് തുറക്കല്ലേ, അതിന്റെ സന്തോഷത്തിൽ ഇന്ന് പായസം വെച്ചിട്ട് എല്ലാവർക്കും കൊടുക്കണം. ഓ അങ്ങനെ ചെരുപ്പ് ഇട്ടു അല്ലേ? വേണം വേണം വേണം. ഇനിയിപ്പോ കുളിക്കണ്ടേ? പാൽപ്പായസല്ല, ചെറുപയർ പായസം. നീ കുടിക്കും. ഇത് നടക്കല്ലേ വെക്കണത്? സ്കൂളിൽ പോവാത്തവർക്കാണ് വെക്കണത്. സ്കൂളിൽ പോണവർക്ക് എന്തിനാ പായസം? ഞങ്ങൾക്ക് കുടിക്കാനാ പായസം വെക്കുന്നത്, നിനക്കല്ല. സ്കൂളിൽ പോണവർ സ്കൂളിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ പായസം വെച്ച് കഴിക്കും. ഇന്ന് സ്കൂള് വിട്ട് വരുമ്പോഴേക്കും പായസം വെക്കണം. അപ്പഴേക്കും പായസം തീരും. അല്ലാണ്ട് എന്താ നോക്ക് പുറപ്പെടാൻ. വാവേനെ വാവ ഇതാ പോണത് കൂടെ. ഇനി തൊള്ള വിട്ടാലും അതെ, എന്നും നാളെ എങ്ങനെയെങ്കിലൊക്കെ പോവും. മറ്റന്ന് എത്തുമ്പോഴേക്കാണ് കുഞ്ഞിന് പിന്നെ മറ്റന്നേ പിറ്റന്നേ വിഷയമില്ല. 6 മണിക്ക് നീച്ചു. കുഞ്ഞിന് സ്കൂളിൽ പോവാ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മടിയില്ലാത്ത ആളാണ്. വലിയമ്മ 6 മണിയാകുമ്പോ ആ കാര്യത്തിന് കുഞ്ഞിനെ സമ്മതിച്ചു. 6 മണിയൊക്കെ ആകുമ്പോഴേക്കും വലിയമ്മ കുളിച്ചു. എന്നിട്ട് ഇവിടെ നോക്കുമ്പോ ആരും നീച്ചിട്ടില്ല. അപ്പൊ പാലോടെ പാലൊക്കെ കട്ടൻ മതി ഉണ്ടോ? ഇന്ന് അടുപ്പല്ല വൃത്തിയായിട്ട് കത്തുണ്ടല്ലോ. അല്ലെങ്കിൽ അടുപ്പത് കത്താൻ എന്താ? ഇവിടെ ഒരു ടാർപ്പായ ഇട്ട് കഴിഞ്ഞാൽ ഇവിടെയും കത്തിക്ക. എന്താ മഴ ഇല്ലാത്ത സമയത്ത് എന്നാ കൊറേ കുറച്ച് പണി ഉണ്ടാവും. പക്ഷെ മഴ പെയ്ത് കഴിഞ്ഞു വെച്ചാല് ഡാൻസ് കളിക്കുന്നു. എന്തേ ചൂടുണ്ടോ? ഇരുമ്പിന്റെ ചൂടുള്ള മാത്രം ആറ്റിട്ട് നോക്കുന്നു. ഇടുപ്പ് പിടിക്കണോ ചൂടായിട്ട്? അപ്പൊ ഒരു തുണിയിട്ട് പിടിക്കാതെ പൂവേ. അപ്പൊ പുതിയ തുണിയൊക്കെ ഉണ്ട്. അമ്മമ്മയ്ക്കൊന്നും കൊണ്ടു കൊടുത്തിട്ട് ഓടി വാടോണ്ണി. ഇത് ഇന്ന് ചോറും കറിയൊന്നും കൊണ്ടുപോകണ്ട കേട്ടോ. ഇന്ന് പിന്നെ എന്താ അവർക്ക് അവിടെ നിന്ന് കഞ്ഞിയൊക്കെ ഉണ്ട് കേട്ടോ. ഇന്ന് കഞ്ഞിയുണ്ടോ? കഞ്ഞിയല്ല, ഇപ്പോഴൊക്കെ ചോറാണ്. ചോറ്, സാമ്പാർ, ഉപ്പേരി, അച്ചാറ്. ഞാൻ പറയാ നമ്മളത് പറഞ്ഞിട്ട് സ്കൂളിലെ കഞ്ഞി എന്നല്ലേ പറയാ. അതൊക്കെ പണ്ട് അന്ത കാലത്തില്. ഇപ്പോഴൊക്കെ അല്ലേ കോഴിമുട്ട എന്തൊക്കെ ഉണ്ട് പറഞ്ഞിട്ടാ. അമ്മൂട്ടിക്ക് ഉച്ചവരെയുള്ളൂ, അതുകൊണ്ട് അമ്മൂട്ടിക്കൊന്നും കൊണ്ടുപോകണ്ട. എല്ലാവരുടെയും കുഞ്ഞിൻ്റെയൊക്കെ കുളിയില്ലേ 7 മണിയുടെയൊക്കെ മുമ്പ് കുഞ്ഞിൻ്റെ കുളി കഴിഞ്ഞേക്കണം കേട്ടോ. നേരത്തെ വേറെ എല്ലാവരും നീക്കുന്നതിൻ്റെ മുമ്പേ അവൻ നീച്ചിട്ട് കുളിക്കാൻ വന്നേക്കണം. കുഞ്ഞേട്ടനൊക്കെ കുളിച്ചു. ഇന്നെ മൊയല് ക്യാരറ്റ് തിന്ന ഒരു മൊയല ക്യാരറ്റ് തിന്ന. ഈ നല്ല ക്യാരറ്റ് തിന്നില്ലേ? ഒരു ഉമ്മേന് കൊടുക്കും പോയിട്ട്. ശരിക്കും ചെവിയൊക്കെ നല്ല നീളം വേണല്ലേ? എന്താണ് പറ്റി കുടിക്കുന്ന പോവാണ് അല്ലേ? ഇനിയിപ്പോ ഇന്ന് വല്യമ്മക്ക് തൊള്ളയിടൊന്നും വേണ്ട അല്ലേ? ചോറുണ്ടോ ചോദിക്കും വേണ്ട. ഇവരാണ് പോയ കഴിഞ്ഞില്ലേ പൂരം അല്ലേ? പോയി കഴിഞ്ഞാൽ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒരു വഴുതനങ്ങയും ഒക്കെ പാടെ കൂട്ടിയിട്ട് ഒരു പേര്. യൂണിഫോം അല്ലേ കളറാ ഇടുന്നത്? എന്നൊക്കെ കളർ ഇട്ടാ മതി. ഞങ്ങളെ കിച്ചൂരില്ല ഇന്നലെ യൂണിഫോമിൻ്റെ പാൻറ് വാങ്ങിയിട്ടോ. ആ ഒരു കളറ് ശരിക്കും നമ്മൾ അടിക്കുകയാണെന്ന് വെച്ചപ്പോൾ ആൾക്കാർ ചിലരൊക്കെ റെഡിമെയ്ഡ് എടുക്കണം. എന്താണെന്നറിയോ? അടിക്കുകയാണെന്ന് വെച്ചാൽ തുണി എടുക്കാനൊരു പൈസ, അടിക്കാനൊരു പൈസ. ഇന്നലെ 240 രൂപയ്ക്കില്ലേ പാൻറ് കിട്ടി. എന്തായാലും ഒരു വർഷമല്ലേ കുട്ടികളും ഇടുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ ഇടില്ലല്ലോ. ഇടുക പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലിടുകയല്ലേ ചെയ്യുക. അപ്പം അതും മതി പറഞ്ഞിട്ട് കിച്ചൂട്ടനല്ലേ ഇപ്പം എല്ലാ കുട്ടികളും ഇടുന്ന ബഗ്ഗി ഫാൻറ്റില്ലേ അത് മതി എന്ന് പറഞ്ഞിട്ട് അവൻ മുഖമൊക്കെ ഒന്ന് കനപ്പിച്ചു കേട്ടോ. അപ്പോൾ എല്ലാ കുട്ടികളും എങ്ങനെയാണ് പോണത് അതുപോലെ നീയും പോയാൽ മതി പറഞ്ഞപ്പോൾ ഒന്നളകി. ഈ ക്യാരറ്റ് ഇപ്പോൾ അവിടെ നിർത്തിട്ട് വരട്ടോ. അമ്മമാർ അവിടെ വീട്ടിലത്തെ അമ്മയും ഇവിടുത്തെ അമ്മയും അവിടെ അപ്പം ഉണ്ടാക്കണ്ടേ, അതാണ് അവരെ കാണാത്തത്. അപ്പോൾ ഈ അടുപ്പിൽ ചോറും ഇനി അങ്ങനെ ആയിരിക്കും. ഈ അടുപ്പിൽ ചോറും പലഹാരം 2 ദിവസം കഴിക്കുമ്പോഴേക്കും മക്കൾക്ക് മടുപ്പ് തോന്നും. അപ്പോൾ പിന്നെ പഴയ കഞ്ഞിക്ക് തന്നെ വരില്ല. നാളെ ഒരബദ്ധം പറ്റിയിട്ടോ. ഞാൻ കുറേ നേരമായിട്ട് കുക്കർ
എന്താ അതിന് വിചാരിച്ചിട്ട് അങ്ങോട്ട് തുറന്നിട്ടുണ്ടോ ഇവിടെ നിന്ന് ഫുള്ളും അങ്ങോട്ട് പൊള്ളി എമ്മാതിരി പൊള്ളല പൊള്ളി. കോവയ്ക്ക എവിടെ? എവിടെയെന്നറിയോ? അടുക്കളയുടെ ആ സൈഡില് ആ പാത്രം വെച്ചിരിക്കണില്ലേ അതിന്റെ അവിടെ. എടുത്തിട്ട് വാ, വേഗം എടുത്തിട്ട് വാ. ഏത് പാത്രമാണ് അമ്മ ഇരിക്കണില്ലേ അമ്മ അമ്മ അപ്പ ഉണ്ടാക്കണില്ലേ അതിന്റെ ആ സൈഡില് കണ്ടോ? പുറത്തടുപ്പാണ് നിക്കണ കണ്ടോ? ഏതടുപ്പ് ഉദ്ദേശിച്ചത്? പുറത്താണ് അകത്താണ്? അകത്തല്ല, പുറത്ത്. അത് പറഞ്ഞെടുക്ക്. അപ്പൊ അമ്മ ഉണ്ടാക്കണത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തല്ലേ അമ്മ ഉണ്ടാക്കണത്. അതിപ്പോ അവളവിടെ പോണ സമയത്ത് അമ്മ അകത്തെന്തെങ്കിലും ചെയ്യണമെങ്കിൽ എന്താ ചെയ്യാ? അമ്മ അകത്തൊന്നും ചെയ്യുന്നില്ല കേട്ടാ. നമ്മള് വെറുതെ എന്നെ ഇടങ്ങാറ്. അതാ സുകന്യ അവിടെ പോയിട്ട് കിട്ടാണ്ടെന്ന് പറഞ്ഞേ. ഭക്ഷണം നമ്മൾ പുറത്തല്ലേ ഉണ്ടാക്കല്. എന്താ കുഞ്ഞെ പാൻറ് വണ്ണധികം ഉണ്ടോ? നമ്മുടെ പുറത്തടുപ്പ് കിടക്കുന്നുണ്ടോ? ചൂടിക്കയറ് വേണോ? എന്താ എൻ്റെ പാൻറ്റോ? എൻ്റെ പാൻറ് ലൂസാ? ചൂടിക്കയറ് വേണോ? ഉണക്ക് വേണ്ട? അച്ഛോ പറ. വേണമെങ്കിൽ കെട്ടിത്തരാം. അച്ഛൻ സ്കൂളിൽ പോകുമ്പോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ചാക്കു നൂലുണ്ട് അവിടെ. അച്ഛൻ സ്കൂളിൽ പോകുമ്പോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. അതാണ് കേട്ടോ അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്നത്. പച്ചക്ക് ഇപ്പം ആരും ബെൽറ്റ് ഒന്നും മാറ്റുന്നല്ല. അന്ന് ബെൽറ്റ് ഒന്നും ഇല്ല. ബെൽറ്റ് കണ്ടുപിടിച്ചിട്ടില്ലെന്ന്. വള്ളി ട്രൗസർ വെച്ചിട്ട് അച്ഛനും ബെൽറ്റ് കണ്ടുപിടിച്ചിട്ടില്ല. ആദ്യം അച്ഛക്ക് ബെൽറ്റ് ഉണ്ടായിരുന്നോ? ചട്നി അവിടെ ഉണ്ടാക്കാൻ പറഞ്ഞില്ല. ഇനിയിപ്പോ എന്തിനാ ബാഗൊക്കെ എടുത്തോ? ഒരു തേങ്ങ കൊടുത്തിട്ടാ. എന്താ ബാഗ് എന്നറിയാ? കൊറേ എന്ത് ബാഗ് എന്നറിയേ? വേമ്പോ കുട്ടികൾ കാണിച്ചു കൊടുക്ക. അപ്പം അതെ അല്ല, ഞാൻ ചോദിച്ചു ഇപ്പൊ തന്നെ ബുക്കുകളൊക്കെ ഫുള്ള് ഏറ്റിക്കൊണ്ട് പോരുത്. നോട്ട് ബുക്ക് വാങ്ങി. ഓ അതെടുത്തോ സുകന്യ. ഒരു തേങ്ങ ഇവിടെ. എന്തോണ്ണി? എന്ത്? അത് സ്കൂൾ ബസ്സാണ്. ഇനി എങ്ങനെ പോവാ നീ? മത്തനും വെള്ളപ്പയറും കൂട്ടാട്ടോ. ചോറിനില്ല? ചോറിനില്ല? കൊണ്ടുപോകാൻ പണിക്ക് കൊണ്ടുപോകാന് പലഹാരത്തിനില്ല? അച്ഛ ചേച്ചിയുടെ പാൻ്റാണെന്നൊരു സംശയം കുഞ്ഞാ. അച്ഛ ചേച്ചിയുടെ പാൻ്റ് അത് അല്ലേ? പിന്നെന്താ ഇത്ര അരവണ്ണം കൂടുതലത്? നീ ഇത്ര വണ്ണം കുറഞ്ഞോ? ഇത്രക്ക് വണ്ണം കുറഞ്ഞപ്പോ നീ നീളം വെച്ചൊക്കെ കേട്ടാ. നീളം വെക്കുകയാണെങ്കിൽ വണ്ണം കുറയില്ലല്ലോ. എവിടെ നീളം വെച്ചപ്പോ? കുഞ്ഞിനെ ചെറിയ നീളം വെച്ച് പറയുമ്പോ കുഞ്ഞു വേഗം നീളം വെക്കടാ. നീളം പടപടയേന്നൊരു നീളം വെക്കലാണ്. കിച്ചു 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 ഓരോടത്തിരുന്ന് സാവകാശം 7:45. 9 മണിക്കാണ് ബസ് വരുള്ളൂ. സമയത്തിറങ്ങാനുണ്ട് ഇനി. 7:45 ചായ ഇവിടെ ഉണ്ട്. അതാ ചായ. അതിനെ ഇരിക്കണ എങ്ങനെ? വെറുതെ അപ്പം നിന്ന് ഇട്ടോ? കിട്ടിയില്ല സൂന്. കോവയ്ക്കൊക്കെ പോയാളതാ. അവരെന്താ ചെയ്യണേ? ചകിരി കൊണ്ട്. അതാ കോവയ്ക്കല്ലേ? ഷർട്ട് പാകം അവിടുന്ന് കട്ട് ചെയ്യാൻ പറ്റില്ല കുഞ്ഞാ. അത് ഹാഫ് കൈ വേറെ. ഇതാണ് നല്ല കുഞ്ഞാ. ചന്തം എന്താണ് ഫുൾ കൈ ഇട്ട അടിപൊളിയായിട്ട്. ഇത് അടിപൊളിയായിട്ടുണ്ടാ. അത് നേരെ മടക്കി വെച്ചാണ്ട് മടക്കി വെച്ച നല്ല ചന്തം ഉണ്ടാവും. കറിവേപ്പിന്റെ ചെറുതായിട്ട് മടക്കി ഉണ്ട് അവിടെ ഉണ്ട്. സുന്യേ കുട്ടി കൈയൊന്നും മടക്കി കൊടുക്ക്. എന്നിട്ട് ചോറ് വാർത്ത. അവൻ അതിനേക്കാളും തിരക്കുണ്ട്. ഇപ്പൊ നമ്മുടെ കൂട്ടാനായി കേട്ടോ. എന്തായാലും ആയില്ലേ? കുറുവടി വേഗം വേവും സുവിന്. കുറുവടി അങ്ങനെയാണ്. കുറുവടിക്ക് വല്ലാണ്ട് വേവില്ല. ശരിക്കും രാവിലെ ചോറും കൂട്ടാനായി കഴിഞ്ഞല്ലേ പിന്നെ 10 മണിയാകുമ്പോഴേക്കൊക്കെ പണി ഒരുങ്ങും. പക്ഷേ വൈകുന്നേരം ആകുമ്പോൾ ഇതേപോലെ നമുക്ക് പിന്നെ
കൂട്ടാനും ചോറും ഉപ്പേരിയും അല്ലേ. പിന്നെ എന്ത് ചന്താണ് കുഞ്ഞിൻ്റെ ഷർട്ട് കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആരുടെ സെലക്ഷൻ ആയാലും എൻ്റെ കുഞ്ഞാ അടിപൊളിയായിട്ടുണ്ട്. കുഞ്ഞാ എന്താ എൻ്റെ കുട്ടീനെ കാണാനൊരു ചന്തം വെച്ചിട്ടാ. ഇതാരുടെ ഇഷ്ടത്തിനെടുത്ത് അച്ഛടെ അവര് വാങ്ങിയതാ. ഒന്നുകൂടി മടക്കി അല്ലെങ്കിൽ അവർ ഓടുമ്പോഴേക്കും അതൊക്കെ പോവും. നിങ്ങളില്ലേ ഒരു ചന്ദനക്കുറിയിട്ട് കേട്ടോ. ഇവിടെ ഒരു കാക്കാപ്പുള്ളി എന്നൊക്കെ ചുന്ദര. അത് പൊട്ടിച്ചു അത് മുഴുവൻ പൊട്ടിച്ചു. എന്തിനൊന്ന് ചോദിച്ചു മാത്രം കൊണ്ടോണ്. ഇന്ന് കഞ്ഞി ഉണ്ടെന്ന്. ചോറുണ്ട്. ചോറ് എന്നിട്ട് വിട്ടാക്കൂ. അപ്പൊ ഇന്ന് ഉച്ചവരുള്ളന്നേ. ശരി. വലിയച്ഛനൊന്നും അറിയില്ല അല്ലേ. ഞങ്ങള് പഠിക്കുമ്പോഴൊന്നും അങ്ങനെയൊന്നും എന്റെ കുഞ്ഞൊക്കെ അറിയില്ലാന്നേ. ഇവര് കുട്ടികളോ അല്ലേ. എന്നും ഭഗവാൻ ഇതുപോലെ ആവണേന്ന്. 8 മണി ദിവസം പോണതാ കുട്ടികളെ സ്കൂളിലേക്ക് പോണതേ. അതിന് എല്ലാ ദിവസം പോവും. ഇതിലില്ലേ കുഞ്ഞ എല്ലാ ദിവസവും സ്കൂളിൽ പോലെ ഉപ്പേരിക്ക ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് കോവയ്ക്ക ഉള്ളി ഒക്കെ പടപ്പൊട്ടിട്ട് പല ജാതി അങ്ങനെ വെക്കുമ്പല്ലേ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ. എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെപ്പാടെ പച്ചക്കറി കൂട്ടി കഴിക്കാലോ. ആ വിരലുകൊണ്ടല്ലേ ഇടുക. ഏത് വിരലുകൊണ്ടാ ഇടുകയെന്ന് കാണിച്ചു കൊടുക്കാതെ അവിടെ ഓടുന്ന പറഞ്ഞേ. അതാ വലിയ മുട്ട തുടച്ചു. ഇനി തുടയ്ക്കാൻ പാടില്ല വലിയ മുട്ട കുഞ്ഞ. അപ്പൊ അതല്ലേ ഇട്ട് തരാന്ന് പറഞ്ഞു. എന്നെ കൊണ്ട് ചടച്ചു കേട്ടോ. മുടിയൊക്കെ ഒന്ന് ചെയ്യിക്കോ. മുടിയൊക്കെ കേടുന്നു. മുടിയൊക്കെ കേടുന്നു. വലിയച്ഛൻ്റെ ജാസ്മിൻ്റെ സെന്റോ? എത്ര സെന്റ് വേണം? ഒന്ന് മതിയോ? ഇതെൻ്റെ പൗഡർ അടിച്ചു മാറ്റിയതല്ലേ. അവിടെ കൊണ്ടേക്ക്. പൗഡർ ഇവിടേക്ക് എത്തിയപ്പോഴേക്ക് മതി എടാ നീ ചന്തക്കാരനാടാ. ആയിക്കോട്ടെ ഇട്ടോ. 2ാം പ്രാവശ്യം 3ാം പ്രാവശ്യം കിട്ടും. എന്നിട്ട് കുറി മാക്കി. എന്നിട്ട് ഇനി ആദ്യം കുറി ഇടല്. നീ ഇടലില്ലാട്ടാ. മൂക്കും കൂടെ ഒക്കെ വേറെ കുറി പൗഡറിന്റെ. സുന്ദരനല്ല മൂക്കത്ത് തുടച്ചു കൊടുക്കും. ഇപ്പൊ കുറി കളയിപ്പോ അതാ പോയി. ഇന്നിപ്പോ കുറിയിടലും പൗഡർ ഇടലും മാത്രം നടക്കും. ഇപ്പൊ എങ്ങനെയാണെങ്കിൽ പോയിട്ടില്ല. അച്ഛനെ കൊണ്ടേ കാണിച്ചു. നല്ല ചന്തള്ള ഷർട്ടും. ആരാ മനസ്സിലാവില്ല ചിലപ്പോ അച്ഛന്. അത്രയ്ക്ക് ചന്തായിട്ട് നിന്ന്. ഇപ്പത്തെ മുളക് പൊടിയില്ലേ പ്രാവശ്യം പൊടിച്ചത്. അടിപൊളി. അവൾക്ക് പൊടിക്കുമ്പോ തന്നെ അറിഞ്ഞാണ് തുമ്മിയിട്ട് ജലദോഷം നിൽക്കാണ്ട മരുന്ന് കഴിക്കണ്ടോ. അതിന് ഇപ്രാവശ്യത്തെ മുളക് പൊടി പറഞ്ഞിട്ടാ വാങ്ങി. മുളകും പറഞ്ഞേ എന്താ കുറച്ച് എരിവും. ഇതെന്താ എന്താ ചന്തം. അപ്പൊ നിന്റെ വേറെ ചെരുപ്പ് ഇടറാ. അപ്പൊ എത്ര ചെരുപ്പോ വാങ്ങിയത്? 2 ചെരുപ്പോ? ഒരാഴ്ചക്ക് എത്തിക്കണ്ടോ? വെള്ളിയാഴ്ചക്കോ? അല്ല കട്ടി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇരുമ്പ് തിരുമ്പാക്കണ ഞങ്ങള് ഒരാഴ്ചക്കിന് കാണണത്. പക്ഷെ ഈ ചെരുപ്പ് നിക്കേട്ടാ കുറേ നിക്കും ഈ ചെരുപ്പ് അല്ലേ. ഇപ്പത് എന്താ പെൺകുട്ടികളോട് കുഞ്ഞ നീ ഇങ്ങനെ ഉരുതി കളിച്ചല്ലേ അതിന്റെ അടിയിൽ ചെറിയ ഗ്രിപ്പുള്ളത് പോകും. പിന്നെ നല്ല വഴുക്കലായിരിക്കും. മഴക്കാലാകുമ്പോൾ ഒറ്റ ചവിട്ടി കഴിഞ്ഞാൽ ചിലപ്പോ കലടിക്കോടെത്തും.
ആ അതന്നെ പറഞ്ഞു. ഒന്ന് അമ്മയ്ക്ക് വാങ്ങിക്കൊടുക്കാം അങ്ങനത്തെ നല്ല വഴുക്കണ ചെരുപ്പ്. ഓ അയ്യോ അപ്പോഴേക്ക് കുറി ഇടുന്നല്ലോ. ആ കുറി ദൊന്ത ചെറിയ കൂടെ കുറി കിട്ടും. അല്ലല്ല അത് തെറ്റാ 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 തെറ്റാ. അങ്ങനെയല്ല ഇവൻ എങ്ങനെ പിടിച്ചാലും ചെരുപ്പ് മാറല്ലോ. അടുക്കളയിൽ ഇരുന്നിട്ടാണ് ചെരുപ്പ് ആ അവൻ എവിടുന്നെങ്കിലും പുതിയ ചെരുപ്പ്. സുനി ആ കുറി അവന്റെ കുട്ട കുറി ശരിയായി കൊടുക്ക്. കുറി മൂക്ക് കൂടെ ഓക്കെ ആയിരുന്നു. കുഞ്ഞു അങ്ങോട്ട് പോയില്ലേ? ഈ കഴിച്ച വല്ലതും അമ്മൂന്ന് കുറി നേരാക്ക്. അമ്മൂന്ന് 800 കാക്ക കുറി മാതിരി കുറി അത് മാറ്റണ്ട നീ. നനഞ്ഞ കൊണ്ട് മാച്ചൊരു വാർട്ട് കൊടുക്കുന്ന വൃത്തിയില്ലേ. കുട്ടി സ്കൂളിൽ പോണല്ലേ ചന്തത്തിലിട്ട് ഒരു ഫോട്ടോ തുടച്ചിട്ടാണതേ. ഒരു ഫോട്ടോ ഒക്കെ ഉണ്ട് എടുത്താണി എന്റെ കുട്ടിയുടെ. നല്ല രസമുണ്ടല്ലേ ഈ ഷർട്ട്? വേണം നല്ല ചന്തക്കാരനാവും. കുറിയൊക്കെ ഇടണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂള് തുറക്കണ സമയത്ത് ഇത്രയും ദിവസം ഇവരുണ്ടായിട്ട് ഇവരിനി ഇന്ന് ഇല്ലാതിരിക്കുമ്പല്ലേ നമുക്കൊരു ഇടങ്ങാറ് തോന്നും. അങ്ങനെ ആ വെറുതെ അല്ല കുറി അങ്ങനെ ആയി പോയതില്ലേ. അങ്ങനെയല്ല കുറി ഇടുക, ഇങ്ങനെയാണ് കുറി ഇടുക കേട്ടോ. മറ്റേ ഗോപി കുറി ആയിരിക്കും. അവന്റെ ബെൽറ്റ് കറക്കാനുള്ളത് എന്തായാലും ഏത് ചേച്ചിറെ ഇന്നിപ്പോ ഇന്ന് മൊത്തത്തിൽ അച്ചു ചേച്ചിയെ കൊണ്ട് നിങ്ങൾ പോണ്. അച്ചു ചേച്ചിയുടെ പാൻറ്റാ, അച്ചു ചേച്ചിയുടെ ഷർട്ടാ. അതിന് അച്ഛനെ അതൊന്നും വേണ്ട. അത് വേണ്ട പറഞ്ഞു കഴിഞ്ഞാൽ എവിടേക്കെങ്കിലും പോകുമ്പോഴല്ലേ. അതിന് ഇവർക്ക് എങ്ങനെയാണെന്നറിയോ ഈ കറങ്ങണ ബെൽറ്റ് എന്തിനാ പെണ്ണുങ്ങൾക്ക്? ചെക്കൻ കുട്ടിയോട് ഇടുന്നതാണ് അല്ലേ കുഞ്ഞുണ്ണേ? ഒന്നുമില്ല, അതെല്ലാവർക്കും ഇടാം. ബെൽറ്റല്ലേ. വെള്ളക്കുപ്പി എവിടെ? വെള്ളം മാത്രം ആക്കിക്കോളി. വിറക് ഇവിടെ കൊണ്ടുവന്നിട്ടൊക്കെ ഞാൻ അങ്ങനെയൊന്നും വിറക് കൊണ്ടുവന്നിട്ടില്ല. ഇനി അങ്ങോട്ട് നടക്കുമ്പോൾ നോക്കി നടന്നാൽ മതി. തട്ടിത്തടഞ്ഞു വേണ്ട. അങ്ങനെ നിൽക്കാൻ കുഴപ്പമില്ല. അത് അതിൻ്റെ അടിയിലുള്ള ചട്ടിയും പാത്രമൊക്കെ ചട്ടിയൊക്കെ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് മഴ തുടങ്ങുമ്പോഴേ ഉള്ളൂ. പക്ഷെ അത് വെക്കാനും എന്താണെന്നറിയോ, പാമ്പുകൾ കണ്ടില്ലേ? പ്രേമമ്മയുടെ ഒക്കെ വീടിൻ്റെ ഉള്ളിൽ നിന്നാ പാമ്പിനെ കിട്ടി. ഇതാട്ടോ രസല്ലേ ഇത് നീർദോശമ്മ കണ്ട. ഇതമ്മ ചിക്കൻ കറി വേണം കേട്ടോ, എന്നാൽ സൂപ്പറായിരിക്കും. ചിക്കൻ കറിയോ മുട്ടയെന്ന് പറഞ്ഞല്ലേ. രാവിലെ ചിക്കൻ വാങ്ങിട്ട് തിന്നാൻ പറ്റപ്പോൾ അപ്പോൾ രാവിലെ ചട്നി കൂട്ടിയിട്ട് അവിടെ ചട്നി അരച്ച് വെച്ചിട്ടുണ്ട്. അവിടെ വെള്ളപ്പയറും മത്തനും വെച്ച് പിന്നെ ഉരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ പേരി ഉണ്ടാക്കി. അത് നോക്കണ്ടാണ് ഞാൻ ഉള്ളതും കൊണ്ട് ക്യാരറ്റും ഒക്കെ പാടെ. ഒരു ക്യാരറ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ മക്കളൊക്കെ സ്കൂളിൽ പോയി അടിക്കലും തുടക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ. എല്ലാം അച്ചും പൊന്നൂസും ഉണ്ട് കേട്ടോ ഇവിടെ. അവരിനി നാളെ പോവാ പറഞ്ഞിട്ട് അതാ അവിടെ ഇരിക്കണു അച്ചുട്ടിയൊക്കെ. അപ്പോൾ വാ, എന്താ നഖം വെട്ടുക? പൊന്നൂസേ അങ്കലവാടിച്ച് പൊക്കടാ. മക്കളൊക്കെ സ്കൂളിൽ പോയോ? തിരക്ക് തുടങ്ങിയില്ലേ രാവിലത്തെ. ഇനി അവർ പോയി കഴിഞ്ഞു വെച്ചാൽ പിന്നെ ഇങ്ങനെ നമുക്ക് ഓരോ പണികൾ ചെയ്ത് വൈകുന്നേരം 3 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർ വരുന്നതിൻ്റെ തിരക്കുകളാവും. പിന്നെ എന്തെങ്കിലും ഉണ്ടാക്കണം. അപ്പോൾ ആ തിരക്കുകൾ ഇപ്പല്ലേ നമ്മൾ നമ്മുടെ വിശേഷം നിർത്തുകയാണേ. അപ്പം കുഞ്ഞുമക്കളൊക്കെ സ്കൂളിൽ പോയോ? എല്ലാവരും പുതിയ ബാഗും യൂണിഫോമൊക്കെ ഇട്ട് പോകാൻ ഭയങ്കര താല്പര്യമായിരിക്കും അല്ലേ? ഇതിവിടെ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ പോകണുണ്ട് കേട്ടോ, ചളി ഇതാണ്ടോ ചിലത്. അപ്പോൾ ഇവിടെ തുടച്ചെടുക്കട്ടെ. പിന്നെ നാളെ കാണാം കേട്ടോ.